ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡ് ദൈവം നിങ്ങളുടെ മുന്നിൽ ഇറങ്ങി വരുന്ന ഒരു അനുഭവം, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ദിവസം, അങ്ങനെയൊക്കെയുള്ള ഒരു ദിവസമാക്കി ഇന്നത്തെ ഈ എപ്പിസോഡ് മാറ്റട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കാരണം കർത്താവിനെ കാത്തിരിക്കുന്ന ഓരോ വ്യക്തിയും ശക്തിയെ പുതുക്കുന്നതാണ്. അതുകൊണ്ട് ഈ ആഴ്ചയിലെ ഓരോ ദിവസങ്ങളെയും, ഇന്നത്തെ മാത്രമല്ല നാളത്തെയും ഒക്കെ എപ്പിസോഡുകളിൽ ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യം, ദൈവത്തിൻ്റെ കൃപകൾ ഓരോ വ്യക്തിയും അനുഭവിക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ സാമ്പത്തിക സഹായികളുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവേ, മസ്കറ്റിൽ നിന്ന് ഷിബു സുരേന്ദ്രനും കീർത്തി ഷിബുവിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മെയ് 5 CMO പോസ്റ്റ് എക്സാം ഉണ്ട്, അതിൽ സെലക്ഷൻ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭർത്താവിന് കർത്താവ് ബിസിനസ് തുടങ്ങിയതിൻ്റെ പേരിലുള്ള സാമ്പത്തിക ബാധ്യതകൾ മാറിപ്പോകേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദുബായിൽ നിന്ന് അജിത് ഇബ്രാഹിമിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജന്മദിനമാണല്ലോ ഇന്ന്. കർത്താവ് അനുഗ്രഹിക്കണമേ. ബിസിനസ് തുടങ്ങാൻ പോകുന്നല്ലോ കർത്താവ്, അതിൻ്റെ വിജയം എല്ലാ മേഖലയിലും ഉണ്ടാകട്ടെ എന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ച എല്ലാ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിനോടുമുള്ള പ്രത്യേകമായ നന്ദി ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഉത്തമ കുടുംബജീവിതം നയിക്കുവാൻ ദമ്പതികൾക്കായി ഒരു ഏകദിന കോൺഫറൻസ് ഹാപ്പി ഹോംസ് 2019 മെയ് 1 ബുധനാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെ. റവറൻഡ് ജോൺസൺ വി, പാസ്റ്റർ സിന്ത്യ ജോൺസൺ, ബ്രദർ ഡാമിയൻ ആന്റണി, സിസ്റ്റർ ക്ഷമ ഡാമിയൻ നയിക്കുന്ന ഈ കോൺഫറൻസിലേക്ക് ഉടൻ രജിസ്റ്റർ ചെയ്യുക. കോൾ 0484 422 101. സിസ്റ്റർ ക്ഷമ ഡാമിയൻ തിരുവനന്തപുരത്ത് ശുശ്രൂഷിക്കുന്നു. ഏപ്രിൽ 7 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. യേശു കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ നിങ്ങളും ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകുക. ഏപ്രിൽ 7 രാജധാനി ഓഡിറ്റോറിയം, കിഴക്കേക്കോട്ട, കോട്ടക്കയം, തിരുവനന്തപുരം. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ കട്ടപ്പനയിൽ ഏപ്രിൽ 5 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കുവിൻ. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ, ടൗൺ ഹാൾ, കട്ടപ്പന. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ പുനലൂരിൽ ഏപ്രിൽ 6 ശനിയാഴ്ച ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കും കടന്നുവരാം. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ പുനലൂർ, രാജാരോഹിണി ഹാൾ, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, മെയിൻ റോഡ്. ഏപ്രിൽ 6 രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. I know the Holy Spirit is pleased with you. He will come in a powerful, mighty, strong way to bless you. You will start speaking in tongues and you will start prophesying. You will become the end time Holy Spirit generation. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മ ശക്തിയോടെ നിങ്ങളുടെ മേൽ ഇറങ്ങി വരും. ഈ അന്ത്യകാലത്ത് പരിശുദ്ധാത്മാവിന്റെ ആയുധമായി, പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി അവൻ നിങ്ങൾ ഉപയോഗിക്കും. അടുത്തിരിക്കുന്ന ഒരു 5 പേർക്കെങ്കിലും കൈപിടിച്ച് കുലുക്കിയിട്ട് പറ, ഇത് പരിശുദ്ധാത്മാവിന്റെ വർഷമാണ്. 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 എനിക്കിതൊരു ഇത്രയും കൂടി ഒന്ന് പറയണമെന്നുണ്ട്. പറഞ്ഞോട്ടെ. 2019 പിശാചിന്റെ വർഷമല്ല, മനുഷ്യന്റെ വർഷമല്ല. പറഞ്ഞോ, പരിശുദ്ധാത്മാവിന്റെ വർഷം, പിശാചിന്റെ വർഷം. This is not the year of the devil. This is not the year of demon spirits. This is not the year of man. This is the year of the Holy Spirit. Hallelujah.
ഇത് മനുഷ്യന്റെ വർഷമല്ല, സാത്താന്റെ വർഷമല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ വർഷമത്രേ. Because we have dedicated, we have consecrated the whole year, 365 days of the year to the Holy Spirit. കാരണം ഈ വർഷം മുഴുവനും ഇതിലെ 365 ദിവസവും പരിശുദ്ധാത്മാവിനായി നമ്മൾ വേർതിരിച്ചിരിക്കുന്നു. In every family that is connected to blessing today, there will be a great invasion of the Holy Spirit. ബ്ലെസ്സിംഗ് സെന്ററുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ കുടുംബത്തിലേക്കും പരിശുദ്ധാത്മാവിന്റെ ഒരു കടന്നുകയറ്റം ഉണ്ടാകാൻ You will പോകുകയാണ്. start ministering to the Lord. നിങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കാൻ പോവുകയാണ്. Dead people will rise up. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. So many healings will take place. രോഗസൗഖ്യങ്ങൾ നടക്കും. Supernatural things will take place. അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാണ്. You will prophesy. You will speak in tongues. നിങ്ങൾ അന്യഭാഷകൾ സംസാരിക്കും. നിങ്ങൾ പ്രവചിക്കും. You will do great deeds of faith. വിശ്വാസത്തിന്റെ വീര്യപ്രവൃത്തികൾ നിങ്ങൾ ചെയ്യും. You will operate under the mountain moving faith. മലകളെ മാറ്റുന്ന വിശ്വാസത്തിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ പോവുകയാണ്. Hallelujah. Hallelujah. You will not be ordinary people. You will be heavenly, supernatural people, because this is the year of the Holy Spirit. നിങ്ങൾ സാധാരണക്കാരായിരിക്കുകയില്ല, നിങ്ങൾ അസാധാരണ വ്യക്തികളായിരിക്കും. കാരണം ഈ വർഷം പരിശുദ്ധാത്മാവിന്റെ വർഷമത്രേ. Many lands, many cities, many nations will be opened to the Holy Spirit, because we are living in the last days of the last days. ഇത് അന്ത്യകാലഘട്ടത്തിന്റെ അവസാന നാളുകളിൽ നമ്മൾ പാർക്കുന്നത് കൊണ്ട് ഈ അനേക പട്ടണങ്ങൾ, അനേക ഗ്രാമങ്ങൾ, അനേക ദേശങ്ങൾ നമുക്ക് മുൻപായി തുറക്കപ്പെടാൻ പോവുകയാണ്. With my spiritual eyes, I can see great harvest coming in to the church. എന്റെ ആത്മീയ കണ്ണുതുറന്ന് ഞാൻ കാണുകയാണ് വലിയൊരു കൊയ്ത്ത്, വലിയൊരു വിളവെടുപ്പ് സഭയ്ക്കകത്തേക്ക് വരികയാണ്. This is the year of the harvest, because this is the year of the Lord of the harvest. ഓ, വിളവിന്റെ കൊയ്ത്തിന്റെ യജമാനന്റെ വർഷമായിരിക്കയാൽ വലിയൊരു കൊയ്ത്തുണ്ടാകുന്ന വർഷമാണിത്. Everybody clap your hands, worship the Lord, move in the Holy Spirit, prophesy, declare in the Spirit of God something is happening in the heavenly realm. എല്ലാവരും കരകളെ അടിച്ച് ആരാധിക്കാൻ തുടങ്ങിയാലും, അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങിയാലും, പ്രവചിക്കാൻ തുടങ്ങിയാലും, Right now, the Holy Spirit is moving in all blessing centers, ministers, people receive the Holy Spirit, more of Him, more of His power. ഓ, എല്ലാ ബ്ലെസ്സിംഗ് സെന്ററുകളിലും പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ശുശ്രൂഷകന്മാരെ, വിശ്വാസികളെ, അവരെ പ്രാപിക്കുക, അവരുടെ ശക്തിയെ സ്വീകരിക്കുക. യോഹന്നാൻ 3:8 ഒന്ന് വായിക്കാമോ? പരിശുദ്ധാത്മാവ് ശക്തമായി ഇപ്പോൾ സംസാരിക്കുന്ന വചനമാണ്. The wind blows wherever it pleases. You hear its sound, but you cannot tell where it comes from or where it is going. So it is with everyone born of the Spirit.
കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിൽ ജനിച്ചവൻ എല്ലാം അതുപോലെയാകുന്നു. എല്ലാവരും പറഞ്ഞേ കാറ്റ്. കാറ്റ്, കുറക്കെ കാറ്റ്. കാറ്റ്. ഇപ്പം ആരാധിച്ച സമയത്ത് എൻ്റെ ആത്മാവിൽ ഞാൻ കണ്ടൊരു പിക്ചർ പറയാം. ഇന്ത്യയുടെ ഭൂപടം, ഇന്ത്യയുടെ മാപ്പ് നിങ്ങൾ കണ്ടു കാണും. വെതർ ചാനൽ, കാലാവസ്ഥയുടെ ചാനൽ വരുന്ന സമയത്ത് ഉച്ചമർദ്ദവും ന്യൂനമർദ്ദവും ഒക്കെ കാണിക്കുന്ന, മഴയെ കാണിക്കുന്ന, കാറ്റിനെ കാണിക്കുന്ന ചില പാച്ചസ്, ക്ലൗഡ് ഇങ്ങനെ വരുന്നു, കാറ്റിങ്ങോട്ട് വരുന്നു, മഴത്തുള്ളികൾ കാണുന്നു. ഇങ്ങനെയുള്ളൊരു വെതർ ചാനലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു പിക്ചർ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ സംസാരിച്ചത് ഇങ്ങനെയാണ്. ഭാരതത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വീശാൻ പോവുക. ചില സ്ഥലങ്ങളിൽ ക്ലൗഡ് ശക്തമായി വരുന്നു, ചില സ്ഥലങ്ങളിൽ പേമാരി പെയ്യുന്നു. എല്ലാ ഇടങ്ങളിലേക്കും ഇങ്ങനെ വീശി 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 പോകുന്നു. അതിനുശേഷം ഞാൻ കണ്ടത് ശ്രീലങ്കയുടെ ആ ഭാഗത്തേക്ക് ശക്തിയേറിയ രീതിയിൽ കാറ്റ് വീശുന്നു. ഹല്ലേലൂയ. 1900 ആദ്യ കാലഘട്ടങ്ങളിൽ, ആദ്യ വർഷങ്ങളിൽ സിലോണിൽ നിന്നൊരു ഉണർവുണ്ടായി, ഇങ്ങോട്ട് വന്നു. പക്ഷെ ഇപ്പം ഞാൻ കണ്ടത് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു കാറ്റ് വീശും. പരിശുദ്ധാത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും, എല്ലാ യൂണിയൻ ടെറിട്ടറിയിലും കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. ആർക്കും കാറ്റിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. ഇത് സ്വർഗത്തിൻ്റെ കാറ്റാണ്, സ്വർഗം പറഞ്ഞു വിട്ട കാറ്റാണ്. അവൻ വീശിയടിക്കും. രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഗവൺമെന്റുകൾക്കോ ഇതിനെ തടുക്കാൻ സാധ്യമല്ല. ബില്ല് പാസാക്കിയാൽ ഈ കാറ്റ് തടുക്കപ്പെടുകയില്ല. ഇത് സ്വർഗീയ ഗവൺമെന്റ് പദ്ധതി പൂർത്തിയാക്കി, സ്വർഗത്തിൽ ബില്ല് പാസാക്കി, അവിടെ നിന്ന് പുറപ്പെട്ട സ്വർഗീയ കാറ്റ് ഭാരതത്തിന്റെ സംസ്ഥാനങ്ങളിൽ വീശിയടിക്കും. കോസ്റ്റൽ ഏരിയയിൽ വീശിയടിക്കും, സെൻട്രൽ ഇന്ത്യയിൽ വീശിയടിക്കും, ഈസ്റ്റ് ഇന്ത്യയിൽ വീശിയടിക്കും, വെസ്റ്റ് ഇന്ത്യയിൽ വീശിയടിക്കും. എത്ര പേർ ഞാൻ പറയുന്നത് ആത്മാവിൽ മനസ്സിലാക്കുന്നു? നോർത്ത് ഈസ്റ്റിലേക്ക് അത് വീശും, സൗത്തിലേക്ക് അത് വീശും, ശ്രീലങ്കയിലേക്ക് പോകും, ഇന്തോനേഷ്യയിലേക്ക് പോകും, ഫിലിപ്പീൻസിലേക്ക് പോകും, തായ്ലാൻഡിലേക്ക് പോകും, സിംഗപ്പൂരിലേക്ക് പോകും, മലേഷ്യയിലേക്ക് പോകും, ചുറ്റുമുള്ള രാജ്യങ്ങളിലേക്ക് അത് പോകും. ശക്തിയുടെ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ നിനക്കതിലൊരു പങ്കുണ്ട്. യു ആർ എ പാർട്ണർ in this project with the Lord Almighty. This is the year of the Holy Spirit. We appreciate you, Holy Spirit. We adore you. We love you. We worship you. Move, 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 Lord, according to your will. Move, move, move in every flourish. Move in every people group. Move in every ethnic group, oh Father. We pray for every city. We pray, Lord, for every union territory. We pray for every state. We pray for the neighboring nations. Holy Spirit, blow, blow, blow as a mighty wind, as a strong wind. Oh Lord, move, move. We pray, we plead with you, Holy Spirit. Visit the nations, we pray. Visit every state, we pray. Just like the day of Pentecost, the Spirit is moving again. Oh, just like the day of Pentecost, the wind is moving again. And the wind is blowing again. Your wind is blowing again. Your wind is blowing again. Your wind is blowing again. Oh, just like the day of Pentecost, the wind is blowing again. Just like the day of Pentecost, the wind is blowing again.
ആത്മാവെഴുന്നള്ളുന്നു, പരിശുദ്ധാത്മാവെഴുന്നള്ളുന്നു, ഓ ആത്മാവെഴുന്നള്ളുന്നു, പരിശുദ്ധാത്മാവെഴുന്നള്ളുന്നു. പെന്തക്കോസ്തിൻ ദിനം പോലെ ആത്മാവെഴുന്നള്ളുന്നു, പെന്തക്കോസ്തിൻ ദിനം പോലെ ആത്മാവെഴുന്നള്ളുന്നു, ആത്മാവെഴുന്നള്ളുന്നു, പരിശുദ്ധാത്മാവെഴുന്നള്ളുന്നു, ഓ ആത്മാവെഴുന്നള്ളുന്നു, പരിശുദ്ധാത്മാവെഴുന്നള്ളുന്നു. ഓ പെന്തക്കോസ്തിൻ ദിനം പോലെ ആത്മാവെഴുന്നള്ളുന്നു, പെന്തക്കോസ്തിൻ ദിനം പോലെ ആത്മാവെഴുന്നള്ളുന്നു. Just like the day of Pentecost, Spirit is moving again. Just like the day of Pentecost, Spirit is moving again. Comprehending the real person of the Holy Spirit is a difficult thing. പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥ വ്യക്തിത്വത്തെ ഗ്രഹിക്കുക എന്നത് അല്പം വൈഷമ്യമേറിയ ഒരു കാര്യമാണ്. All of us, we have a spiritual background. നമുക്കെല്ലാവർക്കും ഒരു ആത്മീക പശ്ചാത്തലം ഉണ്ടായിരിക്കും. Some of you are coming from a non-Christian background. ചില ആളുകൾ അക്രൈസ്തവ സമൂഹത്തിൽ നിന്നും വന്നവരാണ്. They never heard about the Holy Spirit or Christian things. ക്രൈസ്തവ കാര്യങ്ങളെക്കുറിച്ചോ പരിശുദ്ധാത്മാവിനെ കുറിച്ചോ മുൻപ് കേട്ട് കാണുകയില്ല. Some of you are from a Christian background, maybe a nominal, traditional Christian background. ഒരുപക്ഷെ മറ്റു ചില ആളുകൾ സാധാരണഗതിയിലുള്ള നാമധേയ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് വരുന്നവരായിരിക്കാം. Some of you have a cathedral bringing up. ചില ആളുകൾക്ക് പള്ളികളോട് ചേർന്നുള്ള ഒരു കത്തീഡ്രലായിട്ടുള്ള ഒരു ചെറുപ്പത്തിലെ വളർത്തപ്പെട്ടവരാകാം. Meaning there is an order of service. അതിൻ്റെ അർത്ഥം ഇതാണ്, ഒരു ക്രമപ്രകാരമുള്ള ആരാധന. They come during the service. Most of the time they are so silent because they are taught that in the cathedral you have to be very silent because God is there. അവർ ആരാധനയ്ക്ക് വരുന്നു. അതിനകത്ത് അവർ വളരെ നിശബ്ദരായി ഒച്ചയുണ്ടാക്കാതെ അനങ്ങാതിരിക്കുന്നു. കാരണം നിങ്ങൾ ആരാധനാലയത്തിൽ വരുമ്പോൾ നിശബ്ദരായിരിക്കണമെന്ന് അവരെ പഠിപ്പിച്ചിരിക്കുന്നു. Those who are leading the service, they talk many things and they go. ആരാധന നയിക്കുന്നവർ നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നു, അവർ പോകുന്നു. And they are asked only to recite or say that which is written. ചില എഴുതപ്പെട്ട കാര്യങ്ങൾ മാത്രം ജനം ഏറ്റുപറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. After that they also go. അതിനുശേഷം അവരും പോകുന്നു. Everything is very peaceful and silent. That is cathedral setup. എല്ലാം വളരെ ശാന്തമായി സമാധാനമായി പോകുന്നു. അതാണ് ഒരു കാത്തീഡ്രൽ രീതി എന്നത്. But when the Holy Spirit comes, he upsets everything. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകല കാര്യങ്ങളുടെയും താളം തെറ്റും. വീണ്ടും പറയണം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകല കാര്യങ്ങളുടെയും താളം തെറ്റും. വീണ്ടും പറയണം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകല സമ്പ്രദായങ്ങളുടെയും രീതികളുടെയും താളം തെറ്റും. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. ബ്രദറെ, ഈ സഹോദരിയുടെ പേര് ജെസ്സി എന്നാണ്. തൻ്റെ സഹോദരിയുടെ മകന് ദൈവം ചെയ്ത ഒരു അത്ഭുതവുമായിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ജെസ്സി സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഏതാണ്ട് ഇന്നേക്കൊരു 3 വർഷം മുൻപ് തൻ്റെ ഇളയ സഹോദരിയുടെ മകൻ സുബിൻ എന്നാണ് അവൻ്റെ പേര്. അവന് പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഛർദിൽ വരാൻ തുടങ്ങി. അങ്ങനെ എപ്പോൾ ഭക്ഷണം കഴിച്ചാലും ഛർദിക്കും. അങ്ങനെ വന്ന് അവൻ ഭക്ഷണം കഴിക്കുന്നതെല്ലാം നിർത്തി. ഭക്ഷണം കഴിക്കാതായി. വളരെ കുറച്ച് ഭക്ഷണം മാത്രം കഴിക്കുന്നു. അങ്ങനെ വന്നപ്പോൾ അവൻ്റെ ശരീരമെല്ലാം മെലിഞ്ഞ് വലിയ ഒരു രോഗിയെ പോലെ അവനായി തീർന്നു. 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇവരത് ചികിത്സിക്കാൻ വേണ്ടി പോയത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഏതാണ്ട് പകുതി ആയപ്പോഴേക്കും ആണ് ഇവർ ചികിത്സിക്കാൻ വേണ്ടി പോയത്. അവരുടെ വീട് തൊടുപുഴയിലാണ്. ഒരു ലോക്കൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അവിടെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ക്യാൻസറാണ്. അതുകൊണ്ട് ക്യാൻസറിൻ്റെ കുഞ്ഞിനൊരു ക്യാൻസറിൻ്റെ അസുഖമുണ്ട്.
അതുകൊണ്ട് വേഗത്തിൽ തിരുവനന്തപുരത്ത് RCCയിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ ചെന്ന് RCCയിൽ ചെക്കപ്പ് നടത്തിയപ്പോഴാണ് അവർ കണ്ടെത്തിയത് ബ്ലഡ് താനെ കുറഞ്ഞു പോകുന്ന ഒരസുഖം, അനീമിയ എന്ന് പറഞ്ഞ ഒരു അസുഖമാണ് എന്നാണ് അവർ പറഞ്ഞത്. ക്യാൻസർ അല്ല എന്നുള്ള ഇത് കാര്യം കണ്ടുപിടിച്ചു. അവർ ആ കുഞ്ഞിനെ നേരെ വെല്ലൂരിലുള്ള ഹോസ്പിറ്റലിലേക്ക് അയച്ചു. അവിടെ ആദ്യം പോയി അവൻ ട്രീറ്റ്മെൻറ്റ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു ഒരു 3 ഇഞ്ചക്ഷൻ ചെയ്താൽ ഈ അസുഖം മാറും. 12 ലക്ഷം രൂപയാണ് 3 ഇഞ്ചക്ഷൻ്റെ വില. ഒരു ഇഞ്ചക്ഷന് 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപയാണ്. അത് ചെയ്തെങ്കിൽ മാത്രമേ ഈ അസുഖം മാറുകയുള്ളൂ എന്ന് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു. ഈ പണം മുടക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് അവർ ആദ്യം വന്നു, അവിടെ നിന്ന് തിരിച്ചു പോന്നു. വീണ്ടും ചെറിയൊരു അസുഖം കൂടിയപ്പോൾ വീണ്ടും അവിടെ ചെന്നു, ട്രീറ്റ്മെൻറ്റ് നടത്തി മടങ്ങിപ്പോന്നു. ഇഞ്ചക്ഷൻ ചെയ്തിട്ടില്ല. 3-ാം തവണയും ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവർ വെല്ലൂർ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്ന സമയം ഇവർ രണ്ടാളും, ഈ സഹോദരിയും അനിയത്തിയായിട്ടുള്ള അവൻ്റെ അമ്മയും ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുന്ന വ്യക്തികളാണ്. അന്നൊരു ദിവസം ഏതാണ്ട് ഇന്നേക്ക് 2 മാസങ്ങൾക്ക് മുൻപ് അവർ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ ദിവസം ഡാമിയൻ ബ്രദർ ഇങ്ങനെ പറയുവാണ്, താനെ രക്തം കുറഞ്ഞു പോകുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഇപ്പോൾ തന്നെ യേശു കർത്താവ് രക്തം നൽകുകയാണ് എന്ന് പറഞ്ഞു. അത് ശരിയാണോ അങ്ങനെ കേട്ടത്? രണ്ടുപേരും കേട്ടു. രണ്ടുപേരും 2 സ്ഥലത്തിരുന്നാ കേൾക്കുന്നത്. ഇത് എത്ര നാൾ മുമ്പാണ്? 2 മാസമായില്ല. ഇപ്പൊ ഈ 2 മാസത്തിന് മുമ്പുള്ള സംഭവമാണ്. അന്നേരം കൊച്ചു അവിടെ ആശുപത്രിയിലാ. ഈ കുഞ്ഞ് വെല്ലൂരിലാണ്. ഈ അമ്മയും ഈ സഹോദരി നാട്ടിലാണ്. ഒരാൾ തൊടുപുഴയിലും ഒരാൾ രാജാക്കാടും. അങ്ങനെ ഇരുന്നാണ് കാണുന്നത്. അപ്പൊ തന്നെ ഈ ഒരു അസുഖം ഇവർക്ക് രണ്ടുപേർക്കും പെട്ടെന്ന് മനസ്സിലായി. ഇവരത് ആ കുഞ്ഞിന് വേണ്ടി ഏറ്റെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ സംഭവം വെല്ലൂരിൽ കിടക്കുന്ന കുഞ്ഞിനും അറിയില്ല. ആ സമയത്ത് കുഞ്ഞിൻ്റെ കൂടെ നിന്നിരുന്നത് അവൻ്റെ പിതാവാണ്. അച്ഛനാണ് അവിടെ കൂടെ ഉണ്ടായിരുന്നത്. സംഭവിച്ച കാര്യം ഇവർ അങ്ങോട്ട് പോയതുകൊണ്ട് എല്ലാ ദിവസവും വിളിക്കും. അപ്പോൾ ഈ സംഭവം ഇവരങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, സംഭവം നടന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. വൈകുന്നേരമായപ്പോഴേക്കും അച്ഛൻ സാധാരണ വിളിക്കാറുള്ളത് പോലെ വിളിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് പറയുവാണ്, എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് മകൻ ഭക്ഷണം കഴിച്ചു, അവന്റെ രക്തത്തിന്റെ അളവ് വർദ്ധിക്കുവാൻ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് അവർ ഫോൺ ചെയ്തു. രണ്ടാം ദിവസം ആ മകനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു, വീട്ടിൽ കൊണ്ടുവന്നു. ഇന്നിപ്പോ 2 മാസമായി ഒരു കുഴപ്പവുമില്ലാതെ ആ കുഞ്ഞു വീട്ടിലുണ്ട്. 12 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ എടുത്തിട്ടേ ഇല്ല. ഞാൻ വീണ്ടും പറയുന്നു, ചികിത്സിക്കാൻ പണമില്ലാത്തവരുണ്ടോ? സൗജന്യമായി ചികിത്സിക്കുന്ന ഒരു യേശു. ആ യേശു ഇവിടെ ഉണ്ട്. എന്തോ കർത്താവിനോട് അങ്ങനെ പറയുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്നവരിൽ പാരമ്പര്യ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കിയ ഇതൊക്കെ ഇതിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ടെസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോഴേ ഇതൊക്കെ തിരിച്ചറിയൂ. പക്ഷേ ഇന്നിവിടെ നടക്കുന്നുണ്ട് ഇതെല്ലാം. അതെനിക്ക് എൻ്റെ ഉള്ളിൽ അറിയാം. ഹല്ലേലൂയ. കർത്താവെ, ആ കുഞ്ഞിന് കൊടുത്ത സൗഖ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ആ കുഞ്ഞ് മരണം വരെ ആ രോഗസൗഖ്യത്തിൽ നിലനിൽക്കട്ടെ. ഭക്ഷണം കഴിച്ച് വളരെ സ്മാർട്ടായി യേശുവിൻ്റെ പൈതലായി ആ കുഞ്ഞ് ജീവിക്കട്ടെ. സാക്ഷ്യം കേട്ടവരുടെ ജീവിതങ്ങളിലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമേ. ആമേൻ, ആമേൻ. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പദ്ധതികൾ അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും മുകളിലേക്ക് ഉയരുവാൻ സാധിക്കാത്തതുപോലെ താഴേക്ക് ഇരുന്നു പോകുന്ന ചില വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികളെ ആരോ വന്ന് കൈക്ക് പിടിച്ച് ഉയർത്തുന്നത് പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ കൈകൾ തന്നെ നിങ്ങളായിരിക്കുന്ന ചുറ്റുപാടിൽ നിന്ന്, ആ ആഴമുള്ള കിണറിൽ നിന്ന്, പൊട്ടക്കുഴിയിൽ നിന്ന് ദൈവം നിങ്ങളെ ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ പൊട്ട കിണറിൽ നിന്ന് ഇപ്പോൾ ഈ വ്യക്തികൾ എഴുന്നേറ്റ് പുറത്തേക്ക് ഈ നിമിഷം വരാൻ തുടങ്ങട്ടെ. കർത്താവേ, താങ്ക് യു ലോ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ചേർത്ത് പ്രാർത്ഥിക്കാമോ? യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ വിടുതൽ, അതിശയകരമായ വിടുതൽ തന്നെ രോഗികളുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാൻക്രിയാസിലുള്ള പ്രശ്നങ്ങൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. സ്പ്ലീനിനകത്തുള്ള പ്രശ്നങ്ങൾ ഈ സമയത്ത് കർത്താവ്
സൗഖ്യമാക്കിയാണ്. കൈ ചുരുക്കുവാനോ അതുപോലെ മടക്കുവാനോ ഒക്കെ നിങ്ങൾക്ക് പ്രയാസമുണ്ട്. അത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കിയാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ. കൊച്ചു കുഞ്ഞുങ്ങളിൽ വരെയും ഇപ്പോൾ സൗഖ്യം നടക്കുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് വിടുതൽ കൊടുത്തതിനായി നന്ദി പറയുന്നു, വിടുവിച്ചതിനായി നന്ദി പറയുന്നു. ഇന്നത്തെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവിൻ്റെ നാമത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ വരുന്ന മെയ് മാസം 1-ാം തീയതി ബുധനാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച് കൊച്ചിയിൽ വെച്ച് നടക്കാൻ പോകുകയാണ്. ദമ്പതികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ മീറ്റിംഗ് ആണ്. വിവാഹം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ടുള്ള മാത്രമുള്ളൊരു മീറ്റിംഗ് ആണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരൊക്കെയാണ് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത്. എല്ലാ ദമ്പതികളെയും ഈ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഉടനടി രജിസ്ട്രേഷന് വേണ്ടി വിളിക്കുക. അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മറക്കരുത്. ഈ ആഴ്ചയിൽ ഇടുക്കിയിൽ കട്ടപ്പനയിൽ വെച്ചിട്ടാണ് ഈ വെള്ളിയാഴ്ച ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകമായി ഞാൻ ക്ഷണിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കും ദൈവവചനത്തിന്റെ പ്രായോഗിക നിർദ്ദേശങ്ങൾക്കുമായി ഒരുക്കുന്ന ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ പ്രയർ ഏപ്രിൽ 7 ഞായറാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ചുകളിലും ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും നയിക്കുന്ന ഈ ആരാധന യോഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിളിക്കൂ 0484 422 101. ഉത്തമ കുടുംബജീവിതം നയിക്കുവാൻ ദമ്പതികൾക്കായി ഒരു ഏകദിന കോൺഫറൻസ് ഹാപ്പി ഹോംസ് 2019 മെയ് 1-ാം തീയതി ബുധനാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 4 മണി വരെ. റവറൻ ജോൺസൺ ബി, പാസ്റ്റർ സിന്ത്യ ജോൺസൺ, ബ്രദർ ഡാമിയൻ ആന്റണി, സിസ്റ്റർ ക്ഷമ ഡാമിയൻ നയിക്കുന്ന ഈ കോൺഫറൻസിലേക്ക് ഉടൻ രജിസ്റ്റർ ചെയ്യുക. കോൾ 0484 422 101. ഈ ആഴ്ചയിലെ മിറക്കിൾ സർവീസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമായിരിക്കും. വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് പങ്കെടുക്കുവിൻ.